എടാ ദിസ് ഈസ് യതിൻ. ഇതെനിക്ക് തോന്നുന്നു സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൽ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ലൈക്ക് ഞാൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. ഇത് ഞാൻ ആക്ച്വലി കുറച്ച് നാളായി കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോലെ ഒരു മാസത്തിനകത്തായി ഞാൻ കണ്ടിട്ട്. പിന്നെ അന്നൊന്നും ഈ കണ്ടന്റ് ക്രിയേഷൻ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അന്ന് ആ സിനിമ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ. പക്ഷെ അന്നൊന്നും എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്മാരത്ത് പറയും അല്ലേ അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. ഈവൻ ഈ നമ്മൾ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ ഇവിടെ തുടങ്ങിയിട്ട് പോലും നമ്മൾ ഈ ഓടടുക്കി വെച്ചതുപോലെ ഓരോന്നോരോന്നും നമുക്കിപ്പോൾ ഉണ്ട്. ലൈക്ക് പുതിയതായിട്ട് ഇപ്പോൾ സിനിമകൾ വരുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിച്ച് പോകണം. അപ്പോഴും ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല, ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം വിട്ടു പോകണമെങ്കില്ല. അങ്ങനെ 2024 ഇറങ്ങിയ സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല റെക്കഗ്നൈസേഷൻ വന്ന ഐറ്റം ആണ്. അത് വന്നത് മീൻസ് ഇന്ത അവാർഡിനോ അങ്ങനെ എന്ന് വെച്ചാൽ ലൈക്ക് അങ്ങനത്തെ ഒരു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത്. സോ അങ്ങനെ ഞാൻ കണ്ടു. ഞാൻ ഇത് കുറച്ച് നാൾ കൊണ്ട് കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ഏകദേശം ഒരു മാസത്തിന് മുന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു. ഓക്കെ, ഞാൻ ആക്ച്വലി 5th മുതൽ 12th വരെ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഈ 2 സ്കൂളിലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഇത് ആക്ച്വലി ഈ സിനിമയ്ക്കകത്ത് പറയുകയെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ നടക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഒരു ക്ലാസ്സിനകത്ത് നടക്കുന്ന സ്കൂൾ എലക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അവരെ ഫ്രണ്ട്ഷിപ്പ്, ലൈക്ക് സ്കൂൾ റൊമാൻസ്, അങ്ങനെ എനിക്ക് ഇതൊക്കെ കണ്ടപ്പം പേഴ്സണലി എനിക്ക് എൻ്റെ ലൈക്ക് ആ ഒരു മൊമെൻറ്റ്സ് ഓരോന്നായിട്ട് ഓർമ്മ വന്നു. ലൈക്ക് ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവുക. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബ്രേക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് ക്രിക്കറ്റ് കളിക്കാൻ പോവുക, ഈ പറഞ്ഞതുപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് അലമ്പ് കാണിക്കുക, ടീച്ചർ തൂക്കുക, എടുത്തിട്ട് അടിക്കുക, ചമ്മൻ്റെ റൂമിൽ കൊണ്ടുപോവുക, അങ്ങനെ ഓരോ ഇത് എന്ന് വെച്ചാൽ ലൈക്ക് സ്കൂൾ റൊമാൻസ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ റൊമാൻസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പരിപാടി നമ്മളിപ്പോൾ ഉണ്ടായിരിക്കും അടുത്തിരുന്നേക്കും അളിയതോ അവൾ നിന്ന് നോക്കണം. ആക്ച്വലി ഈ ഒരു ഡയലോഗിലായിരിക്കും കാര്യങ്ങൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോണത്. സോ അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെ തുടക്കം. ഓക്കെ, അങ്ങനെ ഞാൻ കണ്ട ഒരു ഇതാണെന്ന് വെച്ചാൽ എനിക്ക് അല്ലാതെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഉള്ള ഒരു പടമൊന്നും അല്ല ഇത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും തിയേറ്ററിക്കലി ഇത് വലിയ ഒരു റീച്ചൊന്നും ഇല്ലാതെ പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ലൈക്ക് കൊള്ളാം. എന്ന് പറഞ്ഞാൽ ലൈക്ക് കാണാൻ കുറച്ച് ലേറ്റായെങ്കിൽ പോലും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് ഞാൻ പറയണ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. അപ്പം എൻ്റെ തലയിൽ എന്താണോ വരുന്നത് അതങ്ങ് ഞാനങ്ങ് സ്പോട്ടിൽ പറയുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക അച്ചടി വെച്ചതുപോലെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകണമെന്നല്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചെടുത്ത് ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മാസത്തിന് മുമ്പേ കണ്ടതുകൊണ്ട് തന്നെ ആലോചിച്ചെടുക്കാനായിട്ട് കുറച്ച് ഒരിതുണ്ട്. സോ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പയ്യന്മാർ കൂടെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ അജു വർഗീസിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ചൊറിയെന്നൊക്കെ പറഞ്ഞ ഇപ്പം ഇറങ്ങിയ വാഴ 2ൻ്റെ വേറൊരു ധ്രുവം. ഇതിൽ എന്ന് വെച്ചാൽ പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സാറാണെങ്കിൽ മറ്റേ നേരെ തിരിച്ച് ചൊറി എന്ന് പറഞ്ഞാൽ കാട്ട് ചൊറി എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും ഒട്ടുമിക്ക സ്കൂളിലും കാണും. ഞാൻ പഠിച്ചിടത്തും ഇങ്ങനെ എന്തോ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞാൽ ആദ്യമേ നമ്മളെ നോട്ട് ചെയ്തിട്ട് വെച്ചേക്കും. എന്തെങ്കിലും ഒരു കേസ് വന്നാൽ നമ്മളായിരിക്കും ആദ്യം തൂക്കണം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇത്. പിന്നെ എനിക്കതിൽ ഓർമ്മ വന്ന വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു എക്സിബിഷൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മളും അതുപോലെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ സയൻസ് ഫെയർ പരിപാടിയൊക്കെ കഴിയുമ്പം നമ്മൾ ചെയ്യൂല, എന്നിരുന്നാലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് അടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ പ്യുവർ നൊസ്റ്റാൾജിയായിരുന്നു. ഈ പറഞ്ഞതുപോലെ കഞ്ഞിപ്പുരയുടെ ബാക്കിലുള്ള കയ്യാങ്കളി, കൊച്ചു കയ്യാങ്കളികൾ, അങ്ങനെ എനിക്കത് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ടൈം ട്രാവൽ ചെയ്ത് പോയ ഒരു ഫീലായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മളും അത് തന്നെ ലൈക്ക് ഈ ഉച്ചയ്ക്കുള്ള കളി കാര്യങ്ങളൊക്കെ
ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നു മഴയത്തൊക്കെ വരെ, ഞങ്ങൾ പഠിച്ച സമയത്ത് മഴയത്തൊക്കെ വരെ ഇരുന്നുകൊണ്ട് ഫുട്ബോള്, ക്രിക്കറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഈ പിന്നെ ഓഫ് കോഴ്സ് എല്ലാ സ്കൂളിൻ്റെ അവിടെയും ഒരു കട കാണും, അവിടെ നമുക്ക് പറ്റ് കാണും. പിന്നെ ഈ ഇതിൽ പോലെ തന്നെ ഇപ്പം പൊലിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് അന്ന് പിന്നെ പല കളറിലുള്ള ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇത്രയും നീളത്തിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ട്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ചെറിയ 50 പൈസയൊക്കെ കിട്ടും. 50 പൈസയ്ക്ക് ഒരു രൂപയ്ക്ക് പല കളറിൽ കിട്ടും. ഗ്രേപ്പ്, ഓറഞ്ച് എന്നൊക്കെ ഉള്ള അന്ന് എന്ന് പറഞ്ഞാൽ ഈ അന്ന് മിൽമാസ് പബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ ആ ഒരു ഓറ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ എന്താ പറയാ, എനിക്ക് ലൈക്ക് വീണ്ടും പഴയ ഓർമ്മകളിലോട്ടൊക്കെ കടന്നുപോയ ഒരു ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് അതുകൊണ്ട് ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈവൻ അതിൻ്റെ പാട്ടുകളായാലും എല്ലാം മീൻ അതുപോലെ തന്നെ എന്നുവെച്ചാൽ ആ ഒരു ടൈമിലുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇമിറ്റേറ്റ് ചെയ്യണ പരിപാടി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഓർത്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇപ്പം വെൻ ഇറ്റ് കംസ് ടു റൊമാൻസ്, ഓക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം പരിപാടി ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ആ പയ്യന് ലൈക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള ആ ഒരു മൊമെന്റിൽ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ഓരോ മൊമെന്റ്. അങ്ങനെ എന്ന് വെച്ചാൽ അതിന് ചിയറായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഇതാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ആക്ച്വലി ഇതിൽ എനിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കൂലായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചുമ്മാ എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല. ശരിക്കും എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ലൈക്ക് നോർമലി ഇപ്പം എന്തുവാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്കായിരിക്കും, ഞാൻ അങ്ങനെ പാർഷ്യാലിറ്റിയോ വെച്ച് പറയണമല്ലോ, പക്ഷെ എന്ന് വെച്ചാൽ കഥ പ്രകാരം നോക്കുമ്പോൾ ഇതും ലൈക്ക് ട്രിവാൻഡ്രത്ത് കാരേറ്റെന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരു മാസം മുമ്പേ കണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മയില്ല. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ലൈക്ക് അവർ സംസാരിക്കുന്ന രീതി, ആ ഒരു സ്ലാങ്ങും കൂടെ ഒക്കെ വരും. എടേ അങ്ങനെയല്ലേ അതാന്ന് വെച്ചാൽ ആ ഒരു ഇതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ കണക്റ്റ് ആവുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്ക് ഞാൻ അതാണ് പറഞ്ഞത്, പാർഷ്യാലിറ്റി പറഞ്ഞതല്ല, പക്ഷെ എന്നിരുന്നാലും അങ്ങനെയുള്ളവർക്കാണ് ഇത് കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നത്. കാരണം അവർക്ക് പറയാൻ കുറേ കഥകൾ കാണും. എനിക്ക് എന്നിട്ട് ഞാനിത് സിനിമയെ പറ്റി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നുള്ള. ഇപ്പം ഈ സ്കൂൾ സമയത്തുള്ള ഇതും എനിക്ക് തോന്നുന്നു അന്നും ഇതേപോലെ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സിബിഷൻ, കലോത്സവം, എന്തെങ്കിലുമൊക്കെ പരിപാടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റേ കലോത്സവം അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ചേരും. എന്തുവാ ഈ പറഞ്ഞ പോലെ ചുവന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ 2 ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി എന്തോന്ന് എല്ലാവരുടെയും പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ണിയൊക്കെ ആയിരുന്നു ഒന്ന്. അതൊക്കെ ഒരു കാര്യം തിരിച്ചു കിട്ടാത്ത ഒരു കാലം. അതൊക്കെ എനിക്ക് മിസ് ചെയ്യണുണ്ടോ ഞാൻ ഈ സിനിമ കണ്ടപ്പം. സോ ഈ ഡയറക്ടർ ടീം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം, ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കും. സോ അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ എനിക്കിതിന് നല്ലപോലെ ഉണ്ടെന്ന് തോന്നി. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എണ്ണി എനിക്ക് വേണമെങ്കിൽ എനിക്ക് പോയിന്റ്സ് പറയാം, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ മൈൻഡിലോട്ട് വരണില്ല. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയവരെന്ന് വെച്ചാൽ ലൈക്ക് ഇതിനകത്ത് അതൊരെണ്ണമുണ്ട്. പിള്ളേരെ എല്ലാം വെച്ചാൽ എന്ന് വെച്ചാൽ അവർ അതിൽ മാത്രമേ ഉള്ളൂ, അവർ വേറെ സ്പോർട്സിലോട്ടൊന്നും തിരിഞ്ഞു പോകില്ല എന്നുള്ള രീതിയിൽ പൊളിച്ച് മാറ്റണ ഒരു സീനുണ്ട്. ലൈക്ക് ഇതിലൊരു ക്രിക്കറ്റിൻ്റെ സീനിൽ ഒരു പയ്യൻ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റിനൊന്നും അടിച്ചങ്ങ് തൊലയൊക്കെയാണ്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഞാൻ ഓർത്തോത്ത് പറയാനാണ്, ഞാൻ സ്ക്രിപ്റ്റ് അടിച്ച് വെച്ചേക്കണമെന്നും അല്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എനിക്ക് കൂടുതലൊന്നും എൻ്റെ ഓർമ്മയിലില്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു നല്ലൊരു സിനിമ കണ്ട ഒരു ഫീൽ എനിക്കത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. സംസാരിച്ചു. സോ അത്രേ ഉള്ളൂ. പിന്നെ എന്തുവാ ലൈക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യണം, ഇനിയും സംസാരിക്കണം. സോ അതിനുവേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇങ്ങനെ കയറിയൊക്കെ പോണത്. സോ എന്തുവാ കാണുക, സിനിമയും കാണുക, ഈ വീഡിയോയും കാണുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി എന്നാൽ അത്രേ ഉള്ളൂ. അതാണ്.